പഹൽഗാം ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണത്തിന് പാകിസ്ഥാന് ചൈനയുടെ പിന്തുണ. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായി ചൈനീസ് വിദേശകാര്യമന്ത്രി. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദാറുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ടെലിഫോണിൽ സംസാരിച്ചു. ഷാരോൺ മാത്യു നൽകും വിശദാംശങ്ങൾ. ഷാരോൺ, അല്പം മുമ്പും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയതും ഒരു അന്വേഷണം വേണം, അന്താരാഷ്ട്ര ഏജൻസി തന്നെ അന്വേഷിക്കണം എന്നുള്ള തരത്തിലേക്ക്, ഒരു ദേശീയ ഏജൻസി അല്ലെങ്കിൽ അത്തരത്തിൽ അന്വേഷിക്കണം എന്നൊരു നിലപാടിലേക്ക് തന്നെ പാകിസ്ഥാൻ പോകുകയായിരുന്നു. ഇക്കാര്യത്തിൽ എന്താണ് ചൈനയുടെ നിലപാട്? ആര്യ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉടനീളം പ്രധാനമന്ത്രിയാണെങ്കിലും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെയൊരു നിഷ്പക്ഷ അന്വേഷണം വേണമെന്നാണ് ഇതുവരെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതും ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ചൈന. ഇന്നിപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദാറുമായി ഈ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ടെലിഫോണിൽ സംസാരിച്ചു. ആ ടെലിഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ചൈനീസ് മാധ്യമങ്ങളിൽ ചൈനീസ് മന്ത്രാലയം വ്യക്തമാക്കിയ വിഷയം എന്തെന്നാൽ പാകിസ്ഥാന്റെ സുരക്ഷയും അഖണ്ഡതയും ഒക്കെ പരിപാലിക്കുകയാണ് ലക്ഷ്യം. അങ്ങനെ പാകിസ്ഥാൻ ഒരു പിന്തുണ നൽകുകയാണെന്നാണ് ഇപ്പോൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. നിഷ്പക്ഷ അന്വേഷണം വേണമെങ്കിൽ അത് നടത്തണം, അതിനെ ചൈന പിന്തുണയ്ക്കുമെന്നും ഇപ്പോൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പാകിസ്ഥാന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പ്രതികരിച്ചിരുന്നു മാധ്യമങ്ങളോട്. റഷ്യൻ മാധ്യമമായ റഷ്യ ടുഡേക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ നാടകമാണ്, അതിൽ സംശയമുണ്ട്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണ ഏജൻസി മേൽനോട്ടം വഹിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി റഷ്യ ടുഡേയോട് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ടെലിഫോൺ സംഭാഷണം ഈ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ നടത്തിയിട്ടുള്ളത്. അതിനു പിന്നാലെയാണ് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഇരു സ്ഥലങ്ങളിലെയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും എന്തൊക്കെ നീക്കങ്ങളാണ് ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നതെന്നുള്ള കാര്യങ്ങളും നിരീക്ഷിച്ചു വരികയാണെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം പ്രതികരിച്ചു കഴിഞ്ഞു. ഈ ടെലിഫോൺ സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചൈന പാകിസ്ഥാന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. ഇന്ത്യക്ക് അമേരിക്ക, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്തുണയറിയിച്ചിരുന്നു. തുടക്കത്തിൽ ചൈനയും ഇന്ത്യക്ക് പിന്തുണയറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ചൈന പാകിസ്ഥാന് പിന്തുണയും അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. ഈ ഇവിടുത്തെ പാകിസ്ഥാനിലെ സുരക്ഷയാണ് പ്രധാനമെന്നാണ് ചൈന ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വിവിധ രാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതിനോടുള്ള പ്രതികരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ആര്യ, എന്തായാലും ഒരു അന്താരാഷ്ട്ര അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തണമെന്ന് തന്നെയാണ് പാകിസ്ഥാന്റെയും നിലപാട്. എന്തായാലും ചൈനയുടെ പിന്തുണയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ലഭിച്ചിരിക്കുന്നത് എന്നാണ്. നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കണമെന്നാണ് ഒരു നിലപാടിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഷാരോൺ മാത്യു ആണ് വിശദാംശങ്ങൾ നൽകിയത്.